ആത്മാവിൻ്റെ ഡെഫിനിഷൻ ഈ സൂത്രം 7 ക്ലാസിഫിക്കേഷൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേദാന്തത്തിലൊക്കെ ഇത് വന്ന് സത്ത് പൊരുളായിട്ടാണ് ആത്മ ക്ലാസിഫൈ ആവുന്നത്. പക്ഷേ ശൈവ സിദ്ധാന്തത്തിൽ കുറച്ച് വ്യത്യാസമായിട്ട് അത് സദാസത്ത് എന്ന് പറഞ്ഞാൽ സത്ത് പ്ലസ് അസത്ത്. അതായത് അത് ഒരു സ്ഫടികം മാതിരി, ഒരു സ്ഫടികത്തെ കൊണ്ട് ചുവപ്പ് കളറിൽ മുമ്പ് വെച്ചാൽ അത് ചുവപ്പ് കളർ കാണിക്കും, അതുകൊണ്ട് പച്ചയുടെ മുമ്പ് വെച്ചാൽ പച്ചയുടെ കാണിക്കും. അതേമാതിരി ഈ സ്ഫടികത്തെ കൊണ്ട് മറ്റ് തത്വങ്ങളുടെ കൂടെ വെച്ചാൽ തത്വങ്ങളുടെ കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് ശിവൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ ശിവനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ 2 കപ്പാസിറ്റി ഉണ്ട് ആത്മാവിനൊന്ന് അത് തമിഴിൽ പറയുമ്പം ശാന്തതൻ വണ്ണം. ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആവുന്ന അത് ആ ക്വാളിറ്റി അത് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് സത്തും അസത്ത് രണ്ടിനും കോണ്ടാക്ട് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് അതിനെ സദാസത്ത് എന്നുള്ള ഒരു സ്റ്റേറ്റസാണ് കൊടുക്കുന്നത്. സദാസത്ത് ആത്മാവെന്ന് ശൈവസിദ്ധ സത്തിൻ്റെ കൂടെ ചേർന്ന് ശിവനാഥ കൂടെ ചേർന്നാൽ അത് മുക്തി കിട്ടും. അതേ തത്വങ്ങളുടെ കൂടെ അത് വന്ന് ലിങ്ക് ചെയ്ത് വെച്ചാൽ അത് വന്ന് വീണ്ടും ജന്മം എടുക്കുന്ന ഒരു ഇതിരിക്കുന്നുണ്ട്. സദാസത്ത് എന്നുള്ള ക്ലാസിഫിക്കേഷനാണ് വേദാസൂത്രത്തിൽ പറയുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിന് പാട്ട് വന്ന് യാവയും ശൂന്യം സത്തെതിർ ആഹലിൻ സത്തേ അറിயாது അസത്ത് ഇലത് അറിயாது ഇരുതിറൻ അറിവുള്ള ഇരണ്ടല ആത്മാവെന്ന് 2 കപ്പാസിറ്റി ഉണ്ട്. അതെന്ന് സത്തിനെ അറിയാനുള്ള കഴിവുണ്ട്, അസത്തിനെ അറിയാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റസ് സദാസത്ത് എന്നുള്ള ഒരു പോയിൻ്റാണ് ഇതിൽ അവർ വയ്ക്കുന്നത്. ഇത് വ്യത്യാസമായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റാണ്. ഇത് അടുത്ത 8ാം സൂത്രത്തിൽ ഗുരു വന്ന് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കും. ഗുരു വഴിയായിട്ട് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കും. അതിനുള്ള ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ஐம்புல வேடரின் அயர்ந்தனை வளர்ந்தன தம்முதல் குருவுமாய் தவத்தினில் உணர்த்திட்டு அந்நியம் இன்மையின் அரண்களல் ചെലുമേ. അതായത് ஐம்புல വേടർ ആത്മാവെന്ന് എന്തെന്ന് വെച്ചാൽ ஐம்புலൻ എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളായുള്ള ഹണ്ടേഴ്സ് ജ്ഞാനേന്ദ്രിയങ്ങൾ ആത്മാവിനെ അത് കൂറിട്ട് തിന്നുന്ന മാതിരിയാണ്. ഒരു വേടൻ എന്ന് പറഞ്ഞാൽ ഹണ്ടർ കാട്ടിൽ പോയി മാനുകളെയും മൃഗങ്ങളെയും അവൻ പിടിച്ച് തിന്നുന്ന മാതിരി ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ മനുഷ്യന് ഹൈ ലെവലിൽ പോയി ശിവനെ പിടിക്കാതെ ഉള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. ஐம்புல വേടൻ അയർന്തനെ വളർന്തന. അപ്പോൾ അങ്ങനെ അത് ഒരു ഐഡൻറ്റിഫിക്കേഷനോടെ വളരുകയാണ്. ഐഡൻറ്റിഫിക്കേഷൻ തന്നെ തത്വങ്ങളിലും ലൗകികത്തിലുള്ള ഒരു മറ്റേ സാധാരണ മൃഗങ്ങൾ മാതിരിയുള്ള അപ്രോച്ചിലിരിക്കുകയാണ്. അപ്പോൾ അത് ഗുരു എന്നാണ് അത് തവത്തിൽ മെഡിറ്റേഷൻ വഴി ഉണർത്തുമ്പോൾ അത് അന്യമില്ല ശിവൻ്റെ റിയലൈസേഷൻ കിട്ടി ശിവനെ അത് അടയുന്നു. അപ്പോൾ ഇതിനെ എന്തോന്നെന്ന് വെച്ചാൽ ഒരു ഇത് പറയുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ മാൻകൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ശിങ്കക്കുട്ടി മാറ്റിയിട്ട്, അപ്പോൾ ശിങ്കക്കുട്ടി മാനിൻ്റെ കൂടെ ചേർന്ന് പുല്ല് തിന്ന് അങ്ങനെ വളരുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ മാനെന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് ഐഡൻറ്റിഫിക്കേഷനിലാണ് കാട്ടിൽ ഇത് വളരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു വലിയ സിംഹം കാണുന്നുണ്ട്. ഇതെങ്ങനെ ഒരു സിംഹം എങ്ങനെയാണ് മാനിൻ്റെ ഇടയിൽ കിട്ടുന്നത്, ഇങ്ങനെ വളരുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം വേട്ടയാടാൻ പോയി ഈ സിംഹത്തിനൊക്കെ ചുറ്റി വിളയ്ക്കുമ്പോൾ ഇത് പേടിച്ചാൽ എന്നെ ഒന്ന് ഉപദ്രവിക്കരുത്, ആളെ വിടണമെന്ന് പറഞ്ഞിട്ട് അത് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു കിണറ്റിൽ എത്തി നോക്കാൻ പറയും. കിണറ്റിൽ എത്തി നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഓഹോ ഇത് നമ്മളും ഇതേമാതിരി സിംഹമാണ്, മാനല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് സിംഹമാതിരി ശബ്ദത്തെ മാറ്റും. അതുവരെ മാൻമാതിരി ശബ്ദമായിട്ടുകൊണ്ടിരുന്ന
ആ സിംഗക്കുട്ടി ഇങ്ങനെ സിംഗമാരി ഗർജിക്കാൻ തുടങ്ങും. ഇതേമാതിരിയാണ് മനുഷ്യൻ വന്ന് ലൗകികങ്ങളിൽ ചിക്കി കിടക്കുന്നവൻ പിന്നെ ഗുരു വന്ന് എന്തെന്ന് വെച്ചാൽ ഒരു ഐഡിയ കൊടുത്ത് വന്ന് അതിനെ ഈ വന്ന് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കുമ്പോൾ ആത്മാവെന്ന് ശിവമായിട്ട് മാറണം, ആത്മാവെന്ന് സെൽഫ് റിയലൈസേഷൻ കഴിഞ്ഞ് ശിവബോധം ഉണ്ടാകണമെന്നുള്ള ബോധത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ബോധത്തെ ഉണ്ടാക്കുമ്പോൾ ഉടനെ അത് ശിവനമെന്ന് ഐക്യമഹാൻ ഫാസ്റ്റായിട്ട് செயல்படுന്നു. ഇതാണ് ഇതിൻ്റെ ഉള്ള മീനിങ്. ഇപ്പോൾ ഗുരു എന്നുള്ള ഒരു ഇത് ആവശ്യമാണ്. ഗുരു എന്ന് വെച്ചാൽ ഇരുട്ടായിട്ടുള്ള അജ്ഞാനത്തെ മാറ്റി ലൈറ്റ് ഉണ്ടാക്കുന്നതാണ് ഗുരു എന്നുള്ള മീനിങ് അതാണ്. ഗുരു എന്നുള്ള മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് ഇത് വന്ന് തിരുമൂലർ ഗുരുവിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇന്ന് വേറെ സ്ഥലത്ത് പറയുകയാണ്. ഈ ഇരുട്ട് മാറ്റുന്ന ഗുരുവിനെ തേടി പിടിച്ചോളണം. ഇരുട്ട് മാറ്റാതെ സാധാരണ മനുഷ്യന്മാരെ ഗുരു എന്താ വെച്ചാൽ അവൻ എന്താ വെച്ചാൽ ഒരു കുരുടൻ വന്ന് വഴി നടത്തണമെങ്കിൽ ഒരു കമ്പ് കൊടുത്ത് ഒരു കമ്പിൻ്റെ അറ്റത്ത് കുരുടനും മുമ്പ് വഴി നടത്തുന്ന കണ്ണ് കാഴ്ചയുള്ളവനായിരിക്കണം. കണ്ണ് കാഴ്ചയുള്ള വഴി നടത്തിയാൽ തന്നെ കുരുടനെ വഴി നടത്താൻ പറ്റും. ഇതേമാതിരി ഗുരു ഇരിക്കണം. ഇല്ലാതെ വേറെ ഇന്നും ഒരു കുരുടനാണ് മുമ്പ് കമ്പ പിടിച്ച് വഴി നടത്തുകയാണ്. 2 കുരുടൻ ചേർന്ന് എവിടെയെങ്കിലും വിടും. എന്തോന്ന് ഗുരുവും ശിഷ്യനും ചേർന്ന് പള്ളത്തിൽ വിടും. ഇതാണ് എക്സാമ്പിൾ പറയുന്നത് തിരുമന്ത്രത്തിൽ. ഗുരുവും ഇത് കുഴി വിടുമാറേ കുരുടും വെച്ചാൽ ഗുരുവും ശിഷ്യ. ഇപ്പം നമ്മൾ കാണാം ഒരുപാട് പേര് ഞങ്ങൾ കാശിയിൽ ഇപ്പോൾ തിരുവണ്ണാമലയിലും ഒരു അജ്ഞാനമായിട്ടുള്ള ഒരുത്തൻ അറിയാതെ ഒരു ഗുരു, അവനും അജ്ഞാതൻ എന്ന് വെച്ചാൽ നാച്ചുറലി അവർക്ക് രണ്ടുപേർക്കും മുമ്പിലോട്ട് പോകാൻ ഇതായിരിക്കുമല്ലോ. അതിനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഗുരു വന്ന് എന്ത് ചെയ്യുന്നു വെച്ചാൽ തേർഡ് ഐ ഓപ്പൺ ജ്ഞാന ദൃഷ്ടി ഉണ്ടാക്കുന്ന ആളായിരിക്കണം. അതായത് സാധാരണ കണ്ണുകൊണ്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ജ്ഞാനം. മറ്റേ ഇത് വന്ന് അതിൻ്റെ പേര് പശു ജ്ഞാനം. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ അറിയണമെങ്കിൽ ജ്ഞാനക്കണ്ണ് വേണം. ജ്ഞാനക്കണ്ണ് എന്ന് വെച്ചാൽ ആക്ച്വലി ജ്ഞാനക്കണ്ണെന്ന് പറഞ്ഞാൽ പീനിയൽ ഗ്ലാൻഡാണ് ജ്ഞാനക്കണ്ണ്, പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ അതിനെ ഒന്ന് ഉണർത്തും. അപ്പോൾ ഗുരു വന്ന് ദീക്ഷയിനാൽ ചില ആളുകൾക്ക് സ്പർശ ദീക്ഷ വെച്ച് എനർജി ട്രാൻസ്ഫർ ആകും. ചില ആളുകൾ നയന ദീക്ഷ വെച്ച് എനർജി ട്രാൻസ്ഫർ ആകും. ഇങ്ങനെ പല രീതിയിലും ചില ആളുകൾ നല്ല ക്ലാസ് എടുത്ത് ഇതാകും. പക്ഷേ ഈ ദക്ഷിണാമൂർത്തി മുതൽ ഗണഹാദി മുനിവർക്ക് ചിന്മുദ്രയും നയന ദീക്ഷയും കൂടെ ചെയ്തു വെച്ചിട്ടാണ് അറിയിക്കുന്നത്. അപ്പോൾ ഗുരു ഇങ്ങനെ എൻലൈറ്റൻ ചെയ്യുമ്പോൾ മാത്രമേ അത് വന്ന് ആത്മാവിന് ശിവനെ ഉണരാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിലുള്ളത്. റൈറ്റ്.